കണ്ടു കാണുമെന്തോ ശിവനെ. സിനിമ അഭിനയിച്ചു. സിനിമയിൽ അഭിനയിച്ചോ? ഏത് സിനിമയിൽ അഭിനയിച്ചേ? ഏതോ സിനിമ. മോഹൻലാലിനെ കാണിച്ചു തരുമോ? മോഹൻലാലിനെ. സോറി, ആള് വരെ പോയി ചെറുതായിട്ട്. അല്ല, നിങ്ങൾ എവിടെ പോണ്? ഞാനാ അപ്പച്ചിയുടെ മോക്ക് ഗർഭം. എവിടാ? നെറ്റിയില്. ഒരു പാട്ട് പാടിത്തരോ ചേച്ചിക്ക്? ഏത് പാട്ടും പഠിക്കും. നീ തൂവൽ പോലെ കച്ചിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ. അമ്മച്ചൊരു കാര്യം ചെയ്യാം. ഈ കൊട്ടാലിക്ക് അറിയും. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മച്ചെ നമ്മളോട് പണ്ടസ് മാറ്റി നടക്കാം. എന്നിട്ട് ആ കളിക്കാൻ കിട്ടാം പലിശ അടക്കം എടുത്തു. എടുക്കൊന്നും ചെയ്യണ്ട. പിന്നെ ഇതിനകത്ത് കഴിച്ചു വെക്കണോ? വിവാഹം കഴിക്കുമ്പോൾ പെണ്ണിന്റെ മുടിയുടെ നീളമെത്ര, തൊലിയുടെ നിറമെന്താണ്, ഉയരമെന്താണ് എന്നൊന്നും ഒരിക്കലും നോക്കരുത്. അത് തെറ്റാണ്. ഇവളുമാരുടെ നാവിന്റെ നീളം എത്രയാണെന്നാണ് നോക്കുന്നത്. എനിക്കതല്ല പ്രശ്നം. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ. ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ അനഘ. സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു കൊച്ചു സുന്ദരിയാണ്, കലാകാരിയാണ്. നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസ് കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് വെൽക്കം ചെയ്യാം ജിയോണ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു പറ. വെൽക്കം ടു ദ ഷോ എന്ന് പറഞ്ഞാൽ താങ്ക് യു പറയണം. എവിടെയാ വന്നേ? ഇന്റർവ്യൂനാ? സന്തോഷായോ ഇന്റർവ്യൂന്ന് വിളിച്ചപ്പോ? എവിടുന്നാ വരുന്നേ? കോട്ടയത്ത് കാണക്കാരി. കോട്ടയത്ത്? കോട്ടയത്ത് കാണക്കാരി. ഈ ഇൻസ്റ്റാഗ്രാം എന്താ? എനിക്കറിയൂല. അറിയൂലേ? അപ്പൊ ഈ റീൽസ് എന്താ? ഈ റീൽസ് എനിക്കറിയില്ല. അപ്പൊ മോളിങ്ങനെ വീഡിയോ ചെയ്യുന്നില്ലേ? അതെനിക്ക് ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യും. ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യും. ചെയ്യുന്ന പോലെ ചെയ്യും. എനിക്കൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തരുമോ? നമ്മളെ മറ്റേ സുരാജേട്ടൻ്റെ ഒരു വീഡിയോ ഇല്ലേ, ദശമൂലം, ആ വീഡിയോ. കണ്ടു കാണുമെന്തോ ശിവനെ. എന്താ നീ അറിഞ്ഞോ? ഇല്ല. ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആ ഡാക്ടർ പെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു. 10:30 മണിക്ക് പോട്ടു. നന്നായി. നിൻಗೆ ನನ್ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ನನ್ ಹಂದಿ മകനെ. ബോംബ് വച്ചത് മാത്രമല്ല, കണ്ണടയിൽ എന്തോ ഗൊത്താനാണ്. അയ്യോ, എന്ത് ടൈമിംഗ് ആണ്. സൂപ്പറായിട്ട് ചെയ്തുട്ടാ. അടിപൊളിയായിരുന്നല്ലോ. ആരാ പഠിപ്പിച്ചിരുന്നേ? അമ്മ. അമ്മയാണോ പഠിപ്പിച്ചിരുന്നേ? ഇതെങ്ങനെ ഡയലോഗൊക്കെ പഠിക്കുന്നത് എങ്ങനെയാ? അത് ഞാൻ ഫുള്ള് പഠിക്കും. ഫുൾ പഠിക്കോ? ഓ, പെട്ടെന്ന് പഠിക്കും. എത്ര നേരം എടുക്കും ഒരു ഡയലോഗ് പഠിക്കാൻ? കുറച്ചു നേരമൊക്കെ എടുക്കും. കുറച്ചു നേരമൊക്കെ എടുക്കും. ഓക്കെ ഓക്കെ. അപ്പം മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? അങ്കമ്പാടിയിൽ. അങ്കമ്പാടിയിലാണോ? അങ്കമ്പാടിയിൽ ഫാൻസ് ഒക്കെ ഉണ്ടോ? എന്താ പറയാ അവര്? എന്താ പറയുന്നത്? നല്ലതാന്ന് പറയോ? അവ ഏതൊക്കെ പരിപാടി പോയിട്ടുണ്ട്? വലിയ വലിയ സ്റ്റേജിലൊക്കെ പോയിട്ടുണ്ടോ? ഏത് സ്റ്റേജിലാ? ബമ്പച്ചിരി പോയിട്ടുണ്ട്. പിന്നെ പിന്നെ സിനിമ അഭിനയിച്ചു. സിനിമയിൽ അഭിനയിച്ചോ? ഏത് സിനിമയിൽ അഭിനയിച്ചേ? ഏതോ സിനിമയിൽ. ആരുടെ കൂടെ അഭിനയിച്ചേ? ആരുടെ കൂടെ അഭിനയിച്ചു? സൗകര്യ കൂടെ, പിന്നെ നമ്മനാച്ചയുടെ കൂടെ, പിന്നെ ഞാനുമായിട്ട്. ബമ്പർച്ചിരിയിൽ എന്തിനാ പോയേ?
ബമ്പച്ചിരി പോണം ബമ്പച്ചിരി പോണം ബമ്പച്ചിരി പോണം ബമ്പച്ചിരി പോണം ബമ്പച്ചിരി. അവിടെ പോയിട്ട് എന്താ കാട്ടിയേ? ഏതോ ബമ്പച്ചിരി പോയത്. എന്താ ചെയ്ത അവിടെ പോയിട്ട്? സ്റ്റാമ്പൂറിലാണ്. സ്റ്റാൻഡ്കോപ്പി. അതെന്താ? അത് പറഞ്ഞാണ്ടോ ഞാൻ ഓർത്ത് സ്റ്റാമ്പക്കോപ്പിടിയാണ്. സ്റ്റാൻഡ് കോമഡി ഇല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞ എന്താ? സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ എന്താ? അങ്ങനെ എണീറ്റ് നിന്ന് കോമഡി പറയോ? അങ്ങനെയല്ല. ഏ സ്റ്റാൻഡ് കോമഡി. സ്റ്റാൻഡപ്പ് കോമഡിയാ? അങ്ങനെയല്ല. ആ. സ്റ്റാൻഡ് കോമഡി. എന്താ പറയാ എന്നിട്ട് അവിടെ പോയിട്ട്? എന്തെങ്കിലും നീ കഥ പറയോ? ഏ? കഥ പറയോ? ഞാൻ ഈ കഥ പറയാം. ആ. ഞങ്ങളുടെ വീട്ടില് അത് പറഞ്ഞു. അത് വേണം. പിന്നെ ആരെ ഇഷ്ടം ബമ്പർശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ? ഇത്രയും പേരെ ഇഷ്ടം. അതൊക്കെ ആരാ? മാസ്റ്റർക്ക. പിന്നെതാ കഥ പിന്നെ മനുഷ്യ സവൺ അതെല്ലാം ഇപ്പൊ പറഞ്ഞേ. ആ ഈ 4 പേരിൽ ആരെ ഇഷ്ടം? 2 പേരെ ഇഷ്ടം. 2 പേരെ ഇഷ്ടം. ഒരാളെ ഇഷ്ടപ്പെടാ. അതാരെ ഇഷ്ടപ്പെടാ? ചേച്ചിനെ ഇഷ്ടപ്പെടും. മഞ്ജു ചേച്ചിനെയാ? അതെന്താ അത്ര ഇഷ്ടം? എന്നാ സവങ്ങളെ അത് മാറ്റി കട്ട് ചെയ്യാ. മഞ്ജു ചേച്ചിനാണെങ്കിൽ എന്നാ സാബുകള് മാറ്റി കട്ട് ചെയ്യണാ? ആ വീടൊന്ന് കട്ട് ചെയ്യണേ. ആരാവാനാ ഇഷ്ടം? സിനിമ നടി ആവാനാണോ ഇഷ്ടം? മമ്മൂട്ടി. മമ്മൂട്ടി ആവാനാണോ ഇഷ്ടം? ഓ മമ്മൂട്ടിനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? മമ്മൂട്ടിനെ ആഴ്ച കാണിച്ചേ. ആ ഓക്കെ കാണിക്ക്. അടിച്ചു മാറുന്ന പോലെ ഉണ്ട്. അടിച്ചു വരുന്ന പോലെ ഉണ്ടാ? മോഹൻലാലിനെ കാണിച്ചു തരുമോ? മോഹൻലാലിനെ പൊടിക്കടയിൽ. ആ പൊടിക്കണം. എന്താ പറയാ? സോറി ആള് മാറി പോയി ചെറുതായിട്ട്. മോഹൻലാലിനെ കാണിച്ചില്ലല്ലോ. സുരേഷ് ഗോപിനല്ലേ കാണിച്ചേ? മോഹൻലാലിനെ കാണിച്ചില്ലല്ലോ. മോഹൻലാൽ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ അറിയില്ല. ആ സാരല്ല. വേറെ ആരെ അറിയുന്നേ? റെഡി 1 2 3 സ്റ്റാർട്ട് പറയാവേ. റെഡി 1 2 3 സ്റ്റാർട്ട്. അല്ല നിങ്ങൾ എവിടെ പോണ്? ഞാനാ അപ്പച്ചിയുടെ മോക്ക് ഗർഭം. എവിടാ? നെറ്റിയില്. സാധാരണ എവിടെയാണ് വരുന്ന? വയറ്റിലല്ലേ? അതുപോലെ തന്നെ. ഈ ഡയലോഗൊന്നും മറന്നു പോവില്ലേ? അവർക്ക് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? മമ്മൂട്ടിനെ. ഇപ്പൊ മോഹൻലാലിന് ഇഷ്ടമല്ല? അതെന്താ? അപ്പൊ മോഹൻലാലിന് സങ്കടാവൂലേ അങ്ങനെ പറഞ്ഞ? അല്ല മമ്മിക്കും അത് തന്നെയാ ഇഷ്ടം. മമ്മൂട്ടിനെ. മമ്മിക്കും അതാ ഇഷ്ടം? ആരാ മമ്മി? മമ്മി വിളിക്കാറൊക്കെ വിളിക്കാറൊക്കെ ഉണ്ടോ? ഇനി ചെയ്യാൻ പറ്റുമോ? അമ്മേനാണോ അച്ഛനാണോ ഇഷ്ടം? ഒരാളെ പറ. നോക്കട്ടെ. അവരെ നോക്കണ്ട. പപ്പന. അതെന്താ? അയ്യോ അമ്മ കരയുന്നു. പാവ അമ്മയല്ലേ റീൽസ് ഒക്കെ എടുത്തിരുന്നേ. അപ്പൊ അമ്മക്ക് വിഷമാവൂലേ? അംഗൻവാടി പോയിട്ട് എന്താ പഠിച്ച വാവാ? അതൊക്കെ പിന്നെ പറയാം. അയ്യോ അതെപ്പഴാ? നമുക്ക് സമയവും ഇല്ല. ഇപ്പൊ പറ. ABCD അറിയാവോ? ABCD EFG LMNOP QRST WSI ഷാർട്ട്. ഇത് ഏത് ABCD? ഏതങ്കപ്പാടിയിലോ പോന്നെ? അംഗൻവാടി പോയിട്ട് എന്താ ചെയ്യാ? വലിയ അംഗൻവാടി ചേർക്കണമെങ്കിൽ ചേർക്കാൻ പോകുന്നേ ഉള്ളു. ഇപ്പൊ ചെറിയ അംഗൻവാടിയില്ല? ചെറിയ അംഗൻവാടി. അംഗൻവാടിയിൽ എന്താ പഠിച്ചെന്ന് പറ. ഇറ് എങ്ങനെ എഴുതുക? ഇങ്ങനെ ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ അംഗൻവാടി പോയിട്ട് ഉറങ്ങോ? ഉറങ്ങൊക്കെ ചെയ്യും. പക്ഷെ ഉറക്കൂല. ഇഷ്ടാണോ പോവാൻ? പോവാൻ ഇഷ്ടമാണ്. എന്നാലും എനിക്ക് മടിയാണോ? ഒരു പാട്ട് പാടിത്തരുമോ ചേച്ചിക്ക്? ഏത് പാട്ടെങ്കിലും പഠിക്കും. നീല നിലവേ അറിയാം. നീല നിലവേ
നിലവിലഴകെ താനമരികെ ചിരിയും ചിരിയ പാരിയുരിയാൻ ചില്ലകയലയാൻ തോന്നലുണരും മനസ്സിനുള്ളിൽ താനെ മാനിയൻ ലോകവും നിന്റെ ഓർമ്മയാവും 100 പുങ്കിലാവില്ല നിന്നെ എന്നിലാകെ നീ തൂവൽ പോലെ കച്ചിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ. കഴിഞ്ഞ സൂപ്പറായിട്ട് പാടിയല്ലോ. ചേച്ചിക്ക് ഒരു ഡയലോഗ് പറഞ്ഞ് കേൾപ്പിച്ചു അഭിനയിച്ചിട്ട്. ഡയലോഗ് നമ്മുടെ ദിലീപിന്റെ മറ്റേ കൊട്ടയിൽ കയറി നടക്കുന്ന അതൊന്നും കൂടി ചെയ്ത് കാണിച്ചു തരോ? അതിപ്പോ തന്നെ അത് ക്യാമറ കിട്ടിയില്ല. ക്യാമറ കിട്ടൂലേ? ഇല്ല ഇല്ല, ഇവിടെ നിന്നാലേ ക്യാമറ കിട്ടും. അമ്മച്ചി അമ്മച്ചി അപ്പനും 10 മാസത്തെ കണക്ക് പറയല്ലേ. അമ്മച്ചി ഒരു കാര്യം ചെയ്യാം. ഈ കൊട്ടാലിക്ക് അറിയും എന്നിട്ട് ഞാൻ എന്റെ അമ്മച്ചി നമ്മളോട് പണ്ടസ് മാറ്റി അടക്കാം. എന്നിട്ട് ആ കണക്കാൻ കിട്ടാം പലിശ അടക്കം. ഒരു ഗെയിം കളിക്കാം. എന്ത് ഗെയിമാന്ന് പറ. ഒരു ഗെയിം. ഇതെന്തിനാ ചേച്ചി കൊണ്ടുവന്നേ? തിന്നാൻ. ആർക്ക് തിന്നാൻ? ഇതെന്തിനാന്നറിയോ? ഇത് ചേച്ചി പറയുന്ന സമയത്തിൻ്റെ ഉള്ളിൽ കഴിച്ചിട്ട് ഫസ്റ്റ് ആരാ കഴിച്ചിട്ട് കഴിയുന്നേ അവര് ജയിക്കും. വിന്നറാവും. വിന്നർ അവർക്ക് സമ്മാനം തരും ഇവര്. ഞാൻ ഫസ്റ്റ് അടിക്കും. ഉറപ്പാണോ? ബെറ്റ് വെക്കാം. തുടങ്ങാം. റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോ തിന്നാ മതിയേ. എടുക്കൊന്നും ചെയ്യണ്ട. പിന്നെ ഇതിനകത്ത് കഴിച്ചു വെക്കണോ? റെഡി 1 2 3 സ്റ്റാർട്ട് പറയാണേ. 1 2 3 സ്റ്റാർട്ട്. ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത്രയുള്ളൂ. എനിക്ക് കുറച്ചുള്ളൂ. എനിക്ക് കുറച്ചായോ? ഞാൻ ഇപ്പൊ തീർക്കൂ. ഞാൻ തീർക്കും. ഇല്ല ഞാൻ ജയിക്കട്ടെ. അയ്യോ ഞാൻ തോറ്റുപോയി. ആരാ ജയിച്ചേ? അല്ല ഞാനാ. രണ്ടാളുവാ? ഇല്ല ഇല്ല, ഒരാൾക്കേ ജയിക്കാൻ പറ്റൂ. എന്നാ ഞാൻ ഇപ്രാവശ്യം മോൾ ജയിച്ചു. വേറൊരു ഗെയിം വരുമ്പോ ആരാ ജയിക്കുവാ? ഞാൻ ചെയ്യാം. നോക്കാ. അതിങ്ങനെ വേണോ? ഐസ്ക്രീം വേണോ? അല്ല ആ ചേച്ചിക്ക് കൊടുക്കട്ടെ. അയ്യോ അപ്പൊ വാവക്ക് വേണ്ട? വാവക്ക് ഐസ്ക്രീം വേണ്ട? എന്നാ അത് പൊളിക്കാൻ അറിയോ? അന്ന് പൊളിച്ചേ നോക്കട്ടെ. അയ്യോ ഐസോടായി. എൻ്റെ എല്ലാ ഇന്റർവ്യൂവിൽ എൻ്റെ ഗതി ഇതാണല്ലോ. നമുക്ക് തുടങ്ങാവേ. എൻ്റെ ഐസ്ക്രീം പൊട്ടിപ്പോയി. ഞാൻ പിന്നെ കഴിക്കാം. അയ്യോ തുടങ്ങിയല്ലേ, ഞാൻ തുടങ്ങട്ടെ. അയ്യോ ഇത് ഐസ്ക്രീം മറ്റേ സാധനം തോന്നുന്നു. തണുപ്പ്. അയ്യോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 1 മിനിറ്റേ ഉള്ളൂ. അയ്യോ എന്താ കഴിയാനോ? എൻ്റെ കഴിയുന്നില്ല. ഇതൊക്കെ നാളെ ഫസ്റ്റ്. അയ്യോ തണുപ്പ് പിടിച്ചിട്ട്. തണുപ്പാ. പിന്നെ ഐസ്ക്രീം ചൂടാണോ ഉണ്ടാവാ? ചേച്ചി ജയിച്ചു. ചേച്ചീൻ്റെ ഒരു കഷ്ണം ഇവിടെ ഉണ്ട്.
1 2 3 സ്റ്റാർട്ട്. മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സാർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവൻ എങ്ങോട്ട് വിട്ടാ സാർ? തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. അയ്യോ, അതും എനിക്കറിയാം സാർ. സത്യം പറയണ, നിനക്ക് എങ്ങനെയാ അവരെ പരിചയം? അങ്ങോട്ട് നോക്കി പറഞ്ഞു. പിഴവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ വിവാഹം കഴിച്ച ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ പറയുകയാണ്. വിവാഹം കഴിക്കുമ്പോൾ പെണ്ണിന്റെ മുടിയുടെ നീളമെത്ര, തൊലിയുടെ നിറമെന്താണ്, ഉയരമെന്താണ് എന്നൊന്നും ഒരിക്കലും നോക്കരുത്. അത് തെറ്റാണ്. ഇവളുമാരുടെ നാവിന്റെ നീളം എത്രയാണെന്നാണ് നോക്കേണ്ടത്. സൂപ്പർ സൂപ്പർ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അടിപൊളി അടിപൊളി. അമ്മ എങ്ങനെയാ പോകുന്ന അറിയട്ടെ. ആ ആമയാ. അമ്മ ഇങ്ങനെ പതുക്കെ പോവേ. ഓക്കെ, ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ കഴിക്കാൻ? ബിരിയാണി. ബിരിയാണി. ഇന്ന് ബിരിയാണിയാണോ കഴിച്ചോ ഉച്ചക്ക്? ഉച്ചക്ക് എന്താ കഴിച്ചേ? അമ്മ എന്താ ഉണ്ടാക്കി തരാ? ചോറ്. ചോറും കറി. ചോറും ചോറും കറി. കറിയും. ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്ന എന്തിനാ? ഇവിടെ ഇരുന്നോ. ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്ന എന്തിനാ? അത് ഒന്നുമില്ല. ഒന്നുമില്ലേ? ഞാൻ അമ്മേനോട് ചോദിക്കട്ടെ. കളറടിക്കുന്നുണ്ട്. കളർ അടിക്കാനാ? എന്തിനാ? കളർ പറയാ വഴക്കുണ്ടാക്കും. എന്തിന്? അമ്മ ദേഷ്യപ്പെടും. അമ്മയാണോ അച്ഛനാണോ ദേഷ്യപ്പെടാ? ആരാ ദേഷ്യപ്പെടുന്നത്? അമ്മയാ. എന്തിനാ ദേഷ്യപ്പെടുന്നേ? പപ്പ. പപ്പയാണോ ദേഷ്യപ്പെടുന്നേ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? കുറച്ചൊക്കെ അങ്ങോട്ട് നോക്കണ്ട. പറ എന്താ പറ. എന്താ ചെയ്യൂ? സീക്രട്ട് പറ. വീട്ടിന്നാ? ആരെ പിടിച്ച് വിഴുങ്ങും? എന്തോ പിടിച്ച ചെവിയിലിടുന്നൊക്കെ. ഇല്ല, പറയില്ല. അച്ഛൻ എന്താ അമ്മേനെ വഴക്ക് പറഞ്ഞ ഇന്നലെ? എന്തിനാ? പൊടിക്ക്. എന്നിട്ട് അമ്മ കരയോ? ഇല്ല. അമ്മ കരയില്ല. ചെറുതായിട്ട് കരയോ? എപ്പോഴാ കരഞ്ഞ? ഇന്നലെ കരഞ്ഞില്ലേ? കരഞ്ഞോ? അതെന്തിനാ? അപ്പൊ മോള് ചോദിക്കോ അച്ഛനോട്, എന്തിനാ എന്റെ അമ്മേനെ വഴക്ക് പറഞ്ഞേ? എന്തെങ്കിലും വഴക്ക് പറയും. ആരാവാൻ ആഗ്രഹം? ആരാവനാ വലുതായാലും? ആരാവാൻ ആഗ്രഹം? ഡോക്ടറായിട്ട് എന്താ ചെയ്യാ? സൂചി വെക്കാനാണോ ഡോക്ടർ ആവുന്നേ? പോലീസ് ആവാൻ. പോലീസ് ആവുന്ന എന്തിനാ? പോലീസ് ആവാൻ എനിക്ക് ഇഷ്ടമല്ല. പോലീസ് ആവാൻ ഇഷ്ടമല്ലേ? പിന്നെ ഡോക്ടർ ആയാ മതിയോ? ഡോക്ടർ വെച്ച് പപ്പനെ കുത്തി വെക്കും. ഡോക്ടറായിട്ട് പപ്പേനെ കുത്തണം. പപ്പേനെ അമ്മൂമ്മയാവും. പപ്പയാവും. ചേച്ചി ഒരു വീഡിയോ കാണിച്ചു തരാവേ. അവിടെ ഇരുന്നോ. ഇതുവരെ കുത്തി വെക്കാനാ പറഞ്ഞ. അതിങ്ങനെ പിടിച്ചിട്ട് കുത്തി വെക്കും. അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. മോന്റെ പേരെന്താ?
എന്തിനാ പോയപ്പോ? കുത്തിവെക്കാൻ. കുത്തിവെക്കാൻ എന്താ അസുഖം? പനിയാ? മോഹൻലാലാണോ, മമ്മൂട്ടിയാണോ, ദിലീപാണോ, സുരേഷ് ഗോപിയാണോ, ആരാ? ദുൽഖർ സൽമാൻ ആണോ, ടൊവിനോ തോമസ് ആണോ? അല്ല, അതിശേഷൻ. അതിശേഷോകനാ? ഓ, അതാണോ ഇഷ്ടം? അതെന്താ ഇഷ്ടം? റീൽസൊക്കെ ചെയ്യാറുണ്ട്. അല്ല, ആര് ചെയ്താലും റീൽസ്. എന്നാ ഒരു ഡയലോഗ് പറഞ്ഞേ. കാനയോ കാന കൈകാണുമ്പോ എനിക്ക് പറ്റുന്നില്ല. ജാഗിന്ന് പറഞ്ഞ ജാഗി പൂളോഹേ ചില ബസ്സില്ല പോയി കാണാൻ നല്ല വൃത്തിയായിട്ടൊക്കെ കഴിക്കണേ. കാനല്ല കാന ചപ്പാത്തി തന്നെയാണ് വിളിച്ച. ആണോ? എൻ്റെ അമ്മ വിശന്നിട്ട് തിന്നാൻ പറ്റുന്നില്ല. ഇനി അങ്ങോട്ട് ചെല്ലണ്ട. രണ്ടാമത് പറഞ്ഞ തിന്നാലേ അവന് ചപ്പാത്തി തിന്നാതെ വിളിക്കും. ആണോ? എൻ്റെ അമ്മ വിശന്നിട്ട് സൂപ്പറായി. ഇനി എന്തേലും ഉണ്ടോ? പാട്ട് പാടാനുണ്ടോ? ഒരു പാട്ട് പാടുത്താ. ആ, പാട്ട് ഡാൻസും ആയിക്കോട്ടെ. കൺമണി അൻപോടി കാതലിൽ ഞാൻ എഴുതും കഴുതമേ പൊന്മണി മുമ്പിട്ട് സൗഖ്യമാ ഞാനിട്ട് സഹിക്കമേ അമ്മ എന്നെ പാക്കി കവത സുട്ടത് അതേ നീക്കത് പാത്തം മുട്ടത്. ഓഹോ കൺമണി അൻപോടി കാതലിൽ ഞാൻ എഴുതും കഴുതമേ. സിനിമയിലെ പാട്ടാ? എനിക്കറിയില്ല. ഇത് പറ ഏത് സിനിമയിലെ പാട്ടാന്ന് പറ. മഞ്ഞുമലി ബോയ്സ്. ആ സിനിമയിലെ കഥ എന്താ? ആരാ വീഴുന്ന ഇങ്ങനെ? നോക്കട്ടെ. ഒരാളിങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ നടന്നു പോവുക, എന്നിട്ട് ഇങ്ങനെ നടന്നു പോവുക. എന്നിട്ട് നടന്നു പോയപ്പോ ഒരു കുരി ചാടിപ്പോയി. അയ്യോ. എന്നിട്ട് അവൻ സൗബി ഇഞ്ചക്ഷൻ പോവാ. കടച്ചു. എന്നിട്ട് രക്ഷിച്ചോ? രക്ഷിച്ചോ? എന്നിട്ടോ? പണ്ട് പോകുന്നത് ഇങ്ങനെ രക്ഷിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോ ഏത് പാട്ടാ വരുന്നേ? കൺമണി അൻപോടി കാതലൻ ഞാൻ എഴുതും കെടുത്തമേ പൊന്മണി എന്നെ പാക്കിയിൽ കവത സുട്ടത് അതേറ്റ് നിനക്കത് പാത്രം മുട്ടത്. ഓഹോ കൺമണി അൻപോട് കാതൽ ഞാൻ എഴുതും കെടുതമേ. സൂപ്പർ. ഒരു വീഡിയോ കൂടി ചെയ്യാവേ. ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാത്ത ഏതെങ്കിലും മഹാരാജാക്കന്മാരുണ്ടാവോ? ഷോർട്ട് ഫിലിം ഒക്കെ അഭിനയിച്ചെന്ന് കേട്ടല്ലോ. മയക്കണ്ണെന്നാണോ പേര്? എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ പോയിട്ട്? ഇറങ്ങിയോ? പേടി ഒന്നും തോന്നിയില്ല? ടെൻഷൻ ഒന്നും ഇല്ല അല്ലേ? ക്യാമറ കണ്ടാലും എനിക്ക് ടെൻഷൻ ഒന്നും. അമ്പിളിയമ്മാവ താമരക്കുമ്പിളിൽ എന്തെങ്കിലും ഉണ്ടോ? താഴോട്ടു പോരുമ്പം എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ. താഴോട്ടു പോരുമ്പം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒഴിവുള്ളപ്പം മതി. എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ. അത് ഈ വഴുതനെങ്കിൽ വെണ്ടയ്ക്കൊന്നും വേണ്ടട്ടാ. പച്ചക്കറി ഇന്ന് പണ്ടാറടയും കെടുക്ക. വല്ല ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ എന്തെങ്കിലും ഒഴിവുണ്ണി കൊണ്ടുപോയി. ഇറക്കി വിടറേ. അവിടെ കിടന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എനിക്ക് തോന്നുന്നു അവന്റെ കൂടെ ജീവിക്കും. ജീവിച്ചോ മരണം വരെ നീ ജീവിച്ചോ. താഴെ വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനായിരിക്കും. അങ്ങനെയല്ലേടി നീ എന്നെ കൊണ്ടു നടന്നത്. നിന്റെ പാവ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്താണെന്ന് അറിയോ? നിന്റെ അമ്മ പോലെ വേറൊരു പിശാചി കുടുംബത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. എനിക്കതല്ല പ്രശ്നം. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ.
ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇട്ടാൻ പറ്റില്ല. എന്റെ ദൈവമേ. അപ്പം നമ്മുടെ പൊന്നൂസിന്റെ അമ്മയും അച്ഛനും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ അവരെയും കൂടി ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ, പേരൊന്ന് പറയൂ. ജിയോ. ലിറ്റി. ഓക്കെ. അപ്പം മോള് എങ്ങനെയാണ്, ഏത് വയസ്സ് തൊട്ടാണ് ഇങ്ങനൊരു കഴിവുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞതും അത് ചെയ്യാൻ തുടങ്ങിയതും? ഒരു 2 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഒരു റീൽസ് അത്യാവശ്യം നല്ല വൈറലായിട്ട് 6 മില്യൺ ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊരു ഡാൻസ് ആയിരുന്നു. പിന്നെ 1-2 വീഡിയോ അതുപോലെ 5 മില്യൺ ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതൽ ഞങ്ങൾ ഡയലോഗ് കൊടുത്ത് റീൽ ചെയ്യാൻ പഠിപ്പിക്കാൻ തുടങ്ങിയത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ അത് പെട്ടെന്ന് കോമഡി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഹരിസുരാജ് ഷോന്റെ സുരാജ് വെഞ്ഞാറമൂടിന്റെ അത് ഭയങ്കര ഇഷ്ടമാണ്. അത് എവിടെ കേട്ടാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പം എങ്ങനെ ടൈം എടുക്കുമോ കൂടുതൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുമോ ഒരു ഡയലോഗൊക്കെ? കാരണം കഷ്ടപ്പെട്ട് നല്ല ടഫായിട്ടുള്ള ഡയലോഗാണ്, പക്ഷെ പുള്ളിക്കാരത്ത് പെട്ടെന്ന് അത് പഠിച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു 45 സെക്കൻഡ് ഒക്കെ ആണെങ്കിൽ അത് ഇത്തിരി സമയം എടുക്കും പഠിക്കാൻ. പക്ഷെ 15 സെക്കൻഡ് ഒക്കെ ആണെങ്കിൽ ഒറ്റ ടേക്കിലൊക്കെ ചിലപ്പോൾ അത് റെഡിയാവും. ഓക്കെ. വീട്ടിലെങ്ങനെയാണ്? ഇതേപോലെ തന്നെയാണ് ഇപ്പൊ കണ്ടുപോലെ തന്നെയാണ്? ഇതേപോലെ തന്നെയാ. ഓക്കെ. ഇപ്പം നിങ്ങളിപ്പം മോളെല്ലാവരും അറിയപ്പെടുന്നുണ്ട് സിനിമയിലും അതേപോലത്തെ ഷോർട്ട് ഫിലിംസിലെല്ലാം അഭിനയിക്കാറ്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു ചാൻസ് കിട്ടുന്നു. അപ്പൊ ആ സമയത്ത് അച്ഛനമ്മ എന്നതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഇങ്ങനൊന്നും ആകുന്നോ എത്തുന്നോ ഒന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ എന്തോ സപ്പോർട്ട് നമുക്ക് മീഡിയ വഴി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ അതുകൊണ്ടാണ് ചെയ്യാൻ ഇൻട്രസ്റ്റ് പോകുന്നത്. പിന്നെ കൂടുതലും പാരന്റ്സ് നല്ല സപ്പോർട്ടീവാണ്. അവര് ഇപ്പം ചേട്ടന്റെ മമ്മി, എന്റെ വീട്ടുകാരും ചേട്ടന്റെ മമ്മിയാണ് ഭയങ്കര സപ്പോർട്ടാ. മമ്മി എന്ന് പറയാറില്ലേ, ആൾക്ക് മോളെ ഇങ്ങനെ ഇച്ചിരി ഇതായിട്ട് ഒന്ന് അറിയപ്പെടണമെന്നും അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. മമ്മിയുടെ സ്വപ്നമാണ് ശരിക്കും ഇത്. അപ്പൊ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഇങ്ങനെ ആഗ്രഹമുണ്ടോ മോളെ ഇങ്ങനെ കാണണം അല്ലെങ്കിൽ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിപ്പോ തൽക്കാലം ഇപ്പോ ചെറിയ ചെറിയ സിനിമയിലൊക്കെ വേഷം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ആൾക്കാരെല്ലാം നമ്മള് റീൽസിന്റെ കമന്റ് ഒക്കെ ആണെങ്കിലും കാണുമ്പോൾ നമുക്ക് പിന്നെയും ആൾക്കാർ എത്ര നമ്മളെ കൊച്ചിനെ വീഡിയോ പിന്നെ ആൾക്കാർ കൊതിച്ച് നിൽക്കുകയാണ്. പിന്നെ ഇടും പറഞ്ഞ ആൾക്കാർ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് പിന്നെ വീഡിയോസ് ചെയ്യുന്നത്. നമുക്കും പിന്നെ ഇഷ്ടമാണ് റീൽസ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ മോക്ക് ആരെ വീഡിയോസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? ഇപ്പൊ കണ്ടപ്പോ തന്നെ സുരാജ് ചേട്ടന്റെ വീഡിയോസ് കുറെ ഹൈസ്രേഷ് എന്ന് പറയുന്നുണ്ട്. അത് സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒരുപാട് പുള്ളി ഒത്തിരി എക്സ്പ്രഷൻ ഒക്കെ ഇടില്ലേ, ആൾക്ക് ഭയങ്കര അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ വരുന്നത്. ഹരിസുരാജ് ശോഭൻ അത് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ വീഡിയോ ഞാനിപ്പോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവരുടെ വീഡിയോ കാണുവാണെങ്കിൽ അപ്പൊ തന്നെ പറയും, അമ്മ നമുക്ക് ഇത് ചെയ്യാന്ന് പറയും. അങ്ങനെയൊക്കെ പറയും. കാണുന്നത് ഭയങ്കര ആഗ്രഹമുള്ള എപ്പോഴും ആളുടെ റീൽസ് കാണുമ്പോഴത്തേക്കും പറയും ഇന്റർവ്യൂ കണ്ടിട്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടാവട്ടെ. എന്താ എന്താ പറയുന്നേ? എന്താ പറയുന്നു? മോളെ വീഡിയോസ് കണ്ടിട്ട് എങ്ങനെ സെലിബ്രിറ്റീസോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക, കമന്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? റോൺസൺ വിൻസെന്റ് എന്ന് പറഞ്ഞ ആള് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മോളുടെ വീഡിയോസ് കാണാൻ വെയിറ്റിംഗ് ആണ്, ഇനി ഒരുപാട് കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 1-2 പേരൊക്കെ. അപ്പൊ ഈ ബമ്പർച്ചിരിയിലേക്ക് എത്തിയത് അപ്പൊ എങ്ങനെയായിരുന്നു? അത് ആദ്യത്തെ 1-2 റീൽസ് ഒക്കെ ഇങ്ങനെ വൈറലായപ്പോൾ ഇങ്ങനെ നമുക്ക് മെസ്സേജ് ചോദിച്ചു ഒരു 3.5 മിനിറ്റിന്റെ ഒക്കെ. പക്ഷെ 3.5 മിനിറ്റ് ഒന്നും പറ്റിയില്ല, 1.5 മിനിറ്റ് ഒക്കെ. അന്ന് അവൾ ആദ്യം പോയത് 3 വയസ്സിലാണ്. ആ സമയത്ത് എന്തോ അവിടെ സ്റ്റേജിൽ ഒറ്റയ്ക്കാ നിർത്തുള്ളൂ, അമ്മേനെ കൂടെ ഒന്നും നിർത്തില്ല. പക്ഷെ അതെനിക്ക് ഇപ്പോഴും ഒരു ഭയങ്കര അതിശയം. ആള് കയറി അങ്ങ് പോയി. അതാണ് അത് കഴിഞ്ഞതിന് ടെൻഷൻ ഒന്നും ഇല്ലേ? അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല, യാതൊരു കുഴപ്പമില്ല. ഓ വീട്ടിൽ പോണ്ടേ? വീഡിയോസിൽ കമന്റ് ഒക്കെ വരൂലേ റീൽസില്? എന്താ കമന്റ് വരുന്നേ? പോവാന്നാ മതിയായ? കൊറേ അഭിനയിച്ച് ക്ഷീണിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ ഇഷ്ടപ്പെട്ടേ ഇന്റർവ്യൂല്? ഐസ്ക്രീം. ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടില്ല? അയ്യോ 2 കൂടി ഉണ്ട്. അപ്പൊ എന്നാ മറ്റേ ചേച്ചി കൊടുക്കട്ടെ. പാവം. വൈൻഡപ്പ് ചെയ്യാം.
എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറ. എനിക്കറിയില്ല. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം എന്ന് പറ. ഫോളോ ചെയ്യണേ. എന്നെ ഫോളോ ചെയ്യണേ. ടാറ്റാ ബൈ ബൈ ഉമ്മ കൊടുക്ക. ബൈ ബൈ ഉമ്മ.